വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ശ്യാമ രോഹിത്തിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയെന്ന് വിളിച്ചുകൊണ്ട് രോഹിത്ത് പുറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ രോഹിത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്, അത് ഞാൻ ചിലരൊക്കെ വിരിച്ച കെണിയിൽ പെട്ടുപോയതാണ് എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് പറഞ്ഞു തുടങ്ങുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശാരദാമ്മ പടിക്കൽ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. എന്ന് പറയുകയാണ്, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ അങ്ങനെ നന്നാവണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ നന്നാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീ വേണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കാനാണ്? രോഹിത്ത് ഇങ്ങനെ പല പ്രാവശ്യം പലതും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ മനസ്സിൽ തട്ടി പറയുന്നത് തന്നെയാണ്. ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഔചാരിതമായിട്ടാണെങ്കിലും ഇങ്ങോട്ട് നിന്നെ വന്നു കണ്ട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെ തീരുമാനം എന്താണ്, നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്യാമയാണെങ്കിൽ അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ പിടിച്ചു നിർത്തുന്നുണ്ട്. ശ്യാമയെ അവനോട് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി അമ്മയെ പറയേണ്ടതെന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അവൻ ചെയ്ത കുറ്റമാണെങ്കിലും നിന്നോടിപ്പോൾ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്, ആ ഒരു സ്ഥിതിക്ക് നീ അവൻ്റെ കൂടെ പോകണം എന്ന് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ രോഹിത്തിനെയും ശാരദാമ്മയും നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് സുബൈർക്കായെ പരിശോധിക്കുന്നുണ്ട്. കൂടെ നൂറും സുബൈദയും പിന്നെ നസീറും ഒക്കെ ഉണ്ട്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, സുബൈറിൻ്റെ പെങ്ങളാണല്ലേ എന്ന് ചോദിച്ചിട്ട് സുബൈദയോടാണ് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം വരില്ല എന്നല്ല, വീട്ടിലേക്കൊക്കെ പോവാം, എഴുതി തന്നിട്ടുള്ള മരുന്നുകളൊക്കെ തുടർച്ചയായിട്ട് കഴിക്കുക, ആഴ്ചയിലോ മറ്റോ വന്നിട്ട് ഈ മുറിവിൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിയാൽ മതി, മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്. തുടർന്ന് സുബൈദയാണെങ്കിൽ ഇക്കാക്ക നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ പോകാമെന്ന് പറയുക. അന്നേരം നസീർ ബില്ല് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ നൂറ് പറയുന്നുണ്ട്. അന്നേരം അവൻ കൊടുത്താൽ എന്താ എന്ന് പറഞ്ഞ് സുബൈദ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് നസീർ ബില്ലടയ്ക്കാനായിട്ടും പോവുകയാണ്. അന്നേരമാണെങ്കിൽ അപ്പച്ചിന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നൂറിങ്ങനെ സുബൈറിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. സുബൈറാണെങ്കിൽ ആ ഒരൊറ്റ കിടപ്പിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടെയാണ് കിടക്കുന്നത്. അന്നേരം സുബൈദ പറയുന്നുണ്ട്, നീ എന്തിനാ അവനോട് ഇത്ര തർക്കുത്തരം കാണിക്കുന്നത്? നിന്റെ ഉമ്മ നസീമ മരിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അന്നേ നമുക്ക് തോന്നിയ ഒരാഗ്രഹമാണ് നിന്നെ നസീറിനെ കൊണ്ടേ വിവാഹം കഴിപ്പിക്കൂ എന്നുള്ളത്, അത് അതുപോലെ തന്നെ നടത്തും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതൊന്നും ഇപ്പോഴും എൻ്റെ കേട്ടോ അപ്പച്ചി പറയുന്നത്, എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ തർക്കുത്തരം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇക്കാക്കയ്ക്ക് വയ്യാത്തപ്പോൾ പിന്നെ കല്യാണം നടന്നാൽ ഇക്കാക്കയുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ അവൻ അങ്ങോട്ട് നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം നൂറ് പറയുന്നുണ്ട്, അങ്ങനെ അന്ന് പറഞ്ഞുറപ്പിച്ച കാര്യത്തിന് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കണമെന്നും പറഞ്ഞ് നൂറും ഈ സുബൈറിനോട് ചോദിക്കുകയാണ്. പക്ഷേ സുബൈദ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ തർക്കുത്തരം പറയുന്നവർ നമ്മുടെ കുടുംബത്തിലില്ല, കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ നൂറ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പഠിക്കുമല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ നിന്നെ പോലെ തർക്കുത്തരം പറയുന്ന പെണ്ണുങ്ങൾ, തലപൊക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളെ സംസാരിക്കത്തുള്ളൂ, പിന്നെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് പറയുമ്പോൾ മകനെ 10 കഴിഞ്ഞിട്ട് പഠിക്കാൻ വിട്ടിട്ടില്ല, പിന്നെ അല്ലേ എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് അവനിപ്പോൾ എന്താ ഒരു കുഴപ്പം കാണാനായിട്ട് വർഗത്തില്ലേ, ജോലിയില്ലേ, പണമില്ലേ, സൗകര്യമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നൂറിനെ സംസാരിക്കാനായിട്ട് സുബൈദ അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോളണം, നിങ്ങളുടെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും, നസീറിൻ്റെ വാപ്പ ഇങ്ങോട്ട് വന്നോട്ടെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാണ് എന്നിങ്ങനെ ഉറപ്പിച്ച് സുബൈദ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേട്ടിട്ട് വിഷമത്തോടെ സുബൈർക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. തിരിച്ചൊന്നും പറയാനാവാതെ നൂറ് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിനകത്ത് തന്നെ രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. രോഹിത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ശാരദാമ്മയും ഉണ്ട്. ഈ കുട്ടികളാണെങ്കിൽ ഇവിടെ ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അന്നേരം അച്ഛനും കൂടുന്നു നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛൻ കണ്ടോളാം, പിന്നെ നിങ്ങൾ കളിച്ചോ എന്ന് പറയുകയാണ്. തുടർന്ന് ഫോണിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഇത് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ അന്ന് ഫോണൊന്നുമില്ല, ഈ കടലിൽ നിന്ന് കിട്ടുന്ന കക്ക ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നതെന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ബൈക്കിൽ വരുന്നുണ്ട്. ശാലിനി പിന്നാലെ വണ്ടിയിൽ വരികയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ബൈക്കിലിരുന്ന് തന്നെ നോക്കുമ്പോൾ രോഹിത്തിനെ കാണുമ്പോൾ വിഷ്ണുവിന് അകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ശാലിനിയും കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണെങ്കിൽ അവർ ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. രോഹിത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ രോഹിത്തിനെ വിഷ്ണു നോക്കിയിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാഘവൻ നായരാണെങ്കിൽ ആകെ പേടിച്ചാണ് വിഷ്ണുവിനെ നോക്കുന്നത്. തുടർന്ന് വിഷ്ണു ആദ്യം കാണുമ്പോൾ സമനില വിട്ട് വിഷ്ണു പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കുന്നത് അച്ഛൻ എന്നും പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട വിഷ്ണു അച്ഛൻ്റെ ഒരു അവസ്ഥയൊക്കെ അറിയാമല്ലോ,
ഉണ്ടല്ലോ, വിഷ്ണുവേട്ടൻ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല വിഷ്ണു, രാഘവേട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അമ്മ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വീണ്ടും വിഷ്ണു ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവേട്ടൻ അച്ഛനെയും കൂട്ടി പോകാൻ നോക്ക്, സത്യാമ്മ അല്ലെങ്കിൽ വിഷമിക്കുമെന്ന് പറയുമ്പോൾ വാ അച്ഛ എഴുന്നേക്ക് എന്ന് പറയുകയാണ്. വിഷ്ണു ആണെങ്കിൽ രാഘവൻ നേരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് കുട്ടികളോട് പറയുകയാണ്, എങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ, അച്ഛനൊരു ഉമ്മ അന്നേന്ന് പറയുകയാണ്. അന്നേരം നേരത്തെ ഒന്നും തന്നല്ലോ എന്നിങ്ങനെ കുട്ടികൾ പറയുമ്പോൾ എപ്പോൾ തന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആ രാഘവനാരുടെ ആ മറവിയിൽ വിഷ്ണുവിന് അകപ്പാട് വിഷമം വരുന്നുണ്ട്. വിഷ്ണുവിന് കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശാലിനിയും ശാരദാമ്മയും ഒക്കെ ഇങ്ങനെ വിഷമിക്കുകയാണ്. അന്നേരം രാഘവനാർ പറയുന്നുണ്ട്, എന്നാലും അച്ഛച്ച ഇപ്പോഴൊന്നും ഇനി ഇതുവഴി വരില്ലല്ലോ, അപ്പോൾ ഒന്നുകൂടി ഒരെണ്ണം തന്നേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചു കൊടുക്കുമ്പോൾ 2 കുട്ടികളും മൊത്തം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛ നമുക്ക് പോകാമെന്നും പറഞ്ഞ് വിഷ്ണു രാഘവനാരെ പിടിച്ചുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നേരവും രോഹിത്തിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. പക്ഷെ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ മുറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ശാലിനിയും ശാരദാമ്മയും കുട്ടികളൊക്കെ പുറകെ വരുന്നുണ്ട്. ശ്യാമ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ രോഹിത്ത് അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് ഇതിൽ പോവാം എന്നിങ്ങനെ പറയുമ്പോൾ കാറിൽ പോവാമെന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വേണ്ട, ഇനി ഇതിൽ ചെന്നിറങ്ങിയാൽ അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് വരെ രാമേട്ടനാക്കി തരുമെന്ന് പറയുകയാണ്. കാറിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു ഇങ്ങനെ രോഹിത്തിനെ തിരിഞ്ഞു നോക്കി ആകെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അതിനുശേഷം രാഘവൻ നായർ എങ്ങനെയെങ്കിലുമൊക്കെ കാറിനകത്തേക്ക് കയറ്റുകയാണ്. അതിനുശേഷം വിഷ്ണു വന്നിട്ട് മുറ്റത്തേക്ക് 2 കുട്ടികളുടെയും കവിളിങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ചിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും വിഷ്ണു വണ്ടിയിലേക്ക് കയറാൻ നേരവും രോഹിത്തിൻ്റെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. തുടർന്ന് ആ രാമേട്ടൻ്റെ വണ്ടിയിൽ രാഘവൻ നായരും വിഷ്ണുവും കൂടി പോവുകയാണ് ഓട്ടോ സ്റ്റാൻഡ് വരെ ആക്കാനായിട്ട്. തുടർന്ന് അവർ പോയ ശേഷമാണെങ്കിൽ രോഹിത്ത് ഇങ്ങനെ മുറ്റത്തേക്ക് ശാരദാമ്മയുടെയും ശാലിനിയുടെയും ശ്യാമയുടെയും മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ശാലിനി രോഹിത്ത് വന്നത് ശ്യാമയെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന്. അന്നേരം ശാലിനി ആണെങ്കിൽ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എന്തിനാണ് വീണ്ടും വഴക്ക് കൂടി തിരിച്ചു കൊണ്ടുവരാനല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുകയാണ്, അത് ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ചില അടിയും വഴക്കും ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായെന്നിരിക്കും, അതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമല്ലേ, അതൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കേ മനസ്സിലാകൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശാലിനിയുടെ മനസ്സിൽ തട്ടുകയാണ്. ശാലിനി പറയുന്നുണ്ട്, പിന്നെ അതേ അധികാരമുള്ള ആൾ തന്നെയാണ്, ഞാൻ എൻ്റെ പെണ്ണിനെയാണ് വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നത്, കല്യാണം താലികെട്ടിയ പെണ്ണിനെയാണ് കൊണ്ടുപോകാൻ വരുന്നത് എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ അതേ ആൾ ഉപദ്രവിച്ചു എന്നും പറഞ്ഞാണ് രാത്രി ഇവിടെ വന്ന് ഫോൺ വിളിച്ച് കരഞ്ഞത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരമാണ് രോഹിത് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, കേട്ടോ ശ്യാമേ, ഇനി നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടില്ല, അത് നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ, ഇനി ആ ഒരു കുടുംബ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇടപെടുന്നുള്ളൂ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയാൻ തുടങ്ങുമ്പോൾ പിന്നെ രോഹിത് പറയുന്നുണ്ട്, അത് കൊണ്ടുപോകാൻ അധികാരമുള്ള ആൾ തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി ഇവിടെ നിൽക്കുന്നുണ്ട്. വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പപ്പിയെ വിളിക്കുകയാണ് രോഹിത്ത്. അന്നേരമാണെങ്കിൽ ഈ പപ്പിയാണെങ്കിൽ ഓടി ശാലിനിയും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. വേണ്ട ചേച്ചിയമ്മ, എന്നെ പറഞ്ഞേക്കല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് പോകണ്ട, എനിക്ക് അവിടെ പേടിയാണെന്നും പറഞ്ഞ് കുട്ടി ആകപ്പാടെ അങ്ങ് ശാലിനിയെ വട്ടം ചുറ്റി പിടിച്ച് കരയുകയാണ്. അന്നേരം സത്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം രോഹിത്തിന് വിഷമം വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോൾ ശ്യാമയും കൂട്ടിപ്പോ, പപ്പിയെ പതിയെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സാവകാശം ഞാൻ കൊണ്ടുവരാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഈ കുട്ടിയങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ പറഞ്ഞു വിടല്ലേ, എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല, ഞാൻ ചേച്ചിയമ്മയുടെ അടുത്ത് നിന്നോളാം എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനിക്ക് സങ്കടം വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശ്യാമ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഞാൻ വരാം രോഹിത്തെ, പപ്പി നമുക്ക് സാവധാനം കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടിയെ ഒന്ന് നോക്കിയിട്ട് രോഹിത്ത് അങ്ങ് മുന്നോട്ട് അങ്ങ് നടക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ശാരദാമ്മയെ നോക്കുമ്പോൾ ചെല്ലു മോളെ എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമയും രോഹിത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അവർ പോകുന്നത് ഇങ്ങനെ ശാരദാമ്മ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം മനസ്സ് മാറിയെന്നാണ് രോഹിത്ത് വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അന്നേരം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, പപ്പിയുടെ കാര്യം എങ്ങനെയാണെന്ന്. അന്നേരം രോഹിത്ത് പൂർണ്ണമായി മാറിയൊന്ന് നോക്കട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണു വീടെത്തി എന്നും പറഞ്ഞ് പിടിച്ച് ഇറക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം അച്ഛാന്നും പറഞ്ഞ് പിടിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് അവിടെ ഉമ്മർത്ത് ചാരി കസേരയിൽ ഇരുത്തുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ഇങ്ങനെ എല്ലാമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അകപ്പാടെ അപ്പുറത്തെ കസേരയിലേക്ക് ഇരുന്നിട്ട് വിഷ്ണുവിനാകെ സങ്കടം കണ്ണീരൊക്കെ ഒക്കെ തുടയ്ക്കുന്നുണ്ട്. ആകെ ഒരു എന്തോ പോലെ വിഷ്ണുവിൻ്റെ ഒരു അവസ്ഥ. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ എങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അച്ഛൻ എങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത്, അമ്മയോട് വഴക്കിട്ട് എന്തിനാ
എന്തിനാണ് പോകുന്നത്? അച്ഛന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈകിട്ട് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ എന്ന് പറയുകയാണ്. അന്നേരം അച്ഛനോട് ക്ഷമിക്കടാ മോനെ എന്നിങ്ങനെ സങ്കടത്തോടെ രാഘവൻ നായർ പറയുമ്പോൾ അത് അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നും അല്ല, അച്ഛൻ എവിടെയാ പോയി എന്നുള്ള ആ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെയാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊന്നും കാണിക്കില്ല, ഇത്തവണത്തേക്ക് ക്ഷമിക്കുമെന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനും വിഷമം വരികയാണ്. രാഘവൻ നായരുടെ ഓർമ്മക്കുറവുകൊണ്ടല്ലേ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് വിഷ്ണു രാഘവൻ നായരെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് സത്യഭാമ ചായയായിട്ട് വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തോട് തന്നെ രാഘവൻ നായരെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് കുറേ ഓടിയിട്ട് വന്നതല്ലേ, ഇന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് സത്യഭാമ നീട്ടുമ്പോൾ എനിക്കങ്ങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഇങ്ങനെ തിരിഞ്ഞ് മുഖം തിരിച്ച് നിർത്തുകയാണ്. അന്നേരം കുടിക്കുക എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ആ ചായ അങ്ങ് വാങ്ങിച്ചിട്ട് അച്ഛ ഇത് കുടിക്കുക, ചൂടാണ്, അല്ലെങ്കിൽ പിന്നീട് തണുത്ത് പോകും അച്ഛ എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ രാഘവൻ നായർ മുഖം തിരിക്കുന്നുണ്ട്. അന്നേരം പിടിക്ക് എന്നിങ്ങനെ വിഷ്ണു ഇത്തിരി ഉച്ചത്തിൽ പറയുമ്പോൾ രാഘവൻ നായർ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അത് വാങ്ങുന്നുണ്ട്. അന്നേരം രാഘവൻ നായരുടെ കൈയൊക്കെ ഇങ്ങോട്ട് വിറക്കുകയാണ്. എന്നിട്ടും രാഘവൻ നായർ ചായ അവിടെ തൂണിൻ്റെ അടുത്തേക്ക് വെക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണുവിന് തന്നെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. വിഷ്ണു പറയുകയാണ്, എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് ഭ്രാന്തെടുപ്പിക്കരുത്, എല്ലാം കൂടി ഒറ്റയ്ക്ക് സഹിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടാണ് എനിക്ക് സങ്കടങ്ങൾ താങ്ങാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്, എന്നെ ഇങ്ങനെയായിട്ട് വിഷമിപ്പിക്കരുത് എന്നൊക്കെ വിഷ്ണു വായിക്കൊള്ളാത്ത എന്തൊക്കെയോ അങ്ങ് പെട്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അത് സത്യഭാമ രാഘവൻ നായരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വിഷ്ണു അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ അപ്പോൾ ആ വിഷ്ണുവിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ സത്യഭാമയുടെ ആ ദേഷ്യത്തിൽ കുറയുന്നുണ്ട്. അതിനുവേണ്ടിയാണോ എന്തോ വിഷ്ണു അങ്ങനെ പറഞ്ഞതും ഒക്കെ, ഭാമ രാഘവൻ നായരെ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അതിനുശേഷം സത്യഭാമ ആ ദേഷ്യമൊന്നും അടങ്ങിയിട്ട് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അകത്തോട് കയറി പോയിട്ട് ജനലിലൂടെ നോക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത്. അന്നേരം രാഘവൻ നായരോട് സത്യഭാമ പറയുകയാണ്, രാഘവേട്ട ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മനസ്സിൽ തട്ടിയാണെന്ന്, തട്ടിയൊന്നുമല്ല, മനസ്സിലൊന്നും വച്ചുകൊണ്ട് വെളിയിൽ പുറമേ മറ്റൊന്ന് പറയാനായിട്ട് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. രാഘവേട്ടനോടൊപ്പം ജീവിതം തുടങ്ങിയ അതേ ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് അന്നും ഇന്നും രാഘവേട്ടൻ മാത്രമേ ഉള്ളൂ, പിന്നെ മക്കൾക്കൊക്കെ ഓരോ അവകാശികളുണ്ട്. ഈ രാഘവേട്ടൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയും കരയുന്നുണ്ട്. എന്നിട്ട് ഭാമ ഇങ്ങനെ രാഘവൻ നായരുടെ തോളിലേക്ക് പിടിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് രാഘവേട്ടൻ മാത്രമേ ഉള്ളൂ, താങ്ങായും തണലായും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്ക് വിഷമം വരികയാണ്. രാഘവൻ നായർ ഇങ്ങനെ സത്യഭാമയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് എൻ്റെ ഒരു ഓർമ്മക്കുറവുണ്ടല്ലോ, ഞാനിങ്ങനെ സ്വയം ചെയ്യുന്നതൊന്നുമല്ല, എൻ്റെ മനസ്സങ്ങ് ആകെ കൈവിട്ട് പോവുകയാണ്. നമ്മുടെ മരണം ഇങ്ങനെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കില്ലേ ഓരോ സാഹചര്യങ്ങൾ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ, ഞാൻ കാരണമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എൻ്റെ മനസ്സങ്ങ് കൈവിട്ട് പോയി, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ വീടാണ് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ സങ്കടത്തോടെ പറയുമ്പോൾ വിഷ്ണുവിനും ആകപ്പാടെ സങ്കടം വരുന്നുണ്ട്. സത്യഭാമയ്ക്ക് സങ്കടം വരികയാണ്. വിഷ്ണു ജനൽ കൂടി നോക്കി നിന്നത് കേൾക്കുകയാണ്. അന്നേരം രണ്ടുപേരും വിഷമിക്കുന്ന കാണുമ്പോൾ വിഷ്ണുവിനും സങ്കടം. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശ്യാമയെ ആണെങ്കിൽ രോഹിത് എന്തായാലും കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഇനി പപ്പിയുടെ കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത മഹാ എപ്പിസോഡിലാണ് പിന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സീൻ. അതിനുള്ളിൽ ബാക്കി നൂറിൻ്റെ അനൂപിൻ്റെയും കല്യാണം എന്താകും എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.